എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അക്വ pH ബൂസ്റ്റർ എന്ന SPCയുടെ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരളത്തിലെ വെള്ളം, അതായത് കേരളത്തിലെ കിണറുകൾ, നമുക്കറിയാം രണ്ട് തരം കിണറുകളാണ് നമുക്ക് സാധാരണ ഉള്ളത്. ഒന്ന് ഓപ്പൺ വെല്ലും, അതോടൊപ്പം തന്നെ ബോർവെല്ലും. ഇത് രണ്ടിലെയും വെള്ളം ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ pH 5-ൽ താഴെയോ 5 ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അമ്ലക്ഷാര ഗുണം അളക്കുവാനുള്ള ഒരു അളവുകോലാണ് pH. ഈ pH നമുക്ക് 7-ൽ നിലനിർത്തിയാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിലെ ആണെങ്കിലും വെള്ളത്തിലെ ആണെങ്കിലും അതോടൊപ്പം തന്നെ മണ്ണിലെ ആണെങ്കിലും എല്ലാം ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വെള്ളത്തിൻ്റെ pH നമുക്ക് 7 നിലനിർത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് SPCയുടെ അക്വ pH ബൂസ്റ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ SPC, കാണാൻ പറ്റുന്നുണ്ട്, അക്വ pH ബൂസ്റ്റർ. കിണറും അതോടൊപ്പം തന്നെ ഒരു സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള മിനിമം അകലം 15 മീറ്ററെങ്കിലും ആയിരിക്കണമെന്നാണ് നിയമം. എന്നാൽ ഇന്നത്തെ സർവേയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് തമ്മിലുള്ള അകലം ഒരു 7.5 മീറ്റർ വരെയൊക്കെ ഉള്ളൂ. നമ്മൾ ആവറേജ് എടുത്ത് നോക്കുമ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബാക്ടീരിയകൾ, ഫംഗസ്, വൈറസ് ഇതെല്ലാം നമ്മളുടെ കുടിവെള്ളത്തിലേക്ക് കലരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ മഴ എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് നല്ല ഒരു ഒന്നിച്ചുള്ള മഴയത്ത് നല്ല രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് എടുക്കുമ്പോൾ അറിയാം, വെള്ളം എപ്പോഴും മുകളിൽ ഒരേ ലെവലായിരിക്കും. നമുക്ക് ഇപ്പം വെള്ളം കിട്ടുമ്പോൾ വെള്ളം മുകളിൽ ഇവിടെ വെള്ളമാണെങ്കിൽ ആ വെള്ളം തന്നെയായിരിക്കും ഫുൾ ലെവല്. അപ്പം ഈ 7 മീറ്റർ ഡിഫറൻസിലുള്ള സെപ്റ്റിക് ടാങ്കിലെയും നമ്മളുടെ കിണറ്റിലെയും വെള്ളം ഒരേ ലെവലിലാകും. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്ക് ഒരുപാട് ഈക്കോളി ബാക്ടീരിയ, അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവകരമായ ബാക്ടീരിയകൾ നമ്മുടെ വെള്ളത്തിലേക്ക് കലരുന്നുണ്ട്. അപ്പം ഈ ശുദ്ധീകരിക്കുക, നമ്മുടെ വെള്ളം ശുദ്ധീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വെള്ളത്തിൻ്റെ pH 7-ലായാൽ ഈ മാതിരിയുള്ള ബാക്ടീരിയകളോ, ഈക്കോളി ബാക്ടീരിയകൾ, ഇതുപോലെ നമുക്ക് ഉപദ്രവകരമായ ഫംഗസ്, വൈറസ് ഇമാതിരി ബാക്ടീരിയകളൊന്നും അവിടെ വളരൂല. അതായത് 7-ൽ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം 7-ൽ താഴെ ഇപ്പോൾ 5.5-ൽ താഴെ 5 ആണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവനും ഈ ജീവികളെല്ലാം നല്ല രീതിയിൽ വളരും. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കിണറ്റിലെ എല്ലാം വെള്ളത്തിൻ്റെ pH എപ്പോഴും നമ്മൾ 7-ൽ തന്നെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള 5-ൽ താഴെയുള്ള നമ്മുടെ pH ഉള്ള വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ pHും കുറഞ്ഞു വരും. നമ്മുടെ ശരീരത്തിലെ 70% വെള്ളമാണ്. അതിനകത്തായി നമുക്കറിയാം നമുക്ക് വരുന്ന രോഗങ്ങൾ, ഒരുപാട് രോഗങ്ങൾ ഇന്നുണ്ട്, ഒത്തിരി രോഗങ്ങൾ. ഈ രോഗങ്ങളുടെ എല്ലാം 90% കാരണം അസിഡിറ്റി അഥവാ pH കുറയുന്നത് എന്നുള്ളത്. ശരീരത്തിലെ pH, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡിൻ്റെ pH ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ബ്ലഡിൻ്റെ pH നമ്മൾ 7.35-നും 7.45-നും ഇടയ്ക്കാണ് എപ്പോഴും വേണ്ടത്. ഇതിൽ കുറയുമ്പോഴാണ് നമ്മൾ പല്ലിൽ നിന്നും എല്ലിൽ നിന്നും എല്ലാം നമ്മുടെ കാൽസ്യം അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ഒരു ബഫർ സൊല്യൂഷനായി വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പല്ലിന് കേട്, അതുപോലെ തന്നെ മുട്ടിന് വേദന, അതുപോലെയൊക്കെ വരുന്നത്. അതൊരു വശം. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ pH ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിൻ്റെ നമ്മൾ കുടിക്കുന്ന നമ്മുടെ ശരീരത്തിലെ 70% വെള്ളത്തിലും നമ്മൾ കുടിക്കുന്നതെല്ലാം നമ്മൾ നല്ല വെള്ളം, അസിഡിക് അല്ലാത്ത വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡിയും അസിഡിക് ആവാതെ ആൽക്കലൈൻ ആയി മാറുകയും ന്യൂട്രലായി മാറുകയും നമുക്ക് രോഗങ്ങൾ ഒരു നല്ല ശതമാനത്തോളം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് ഞാൻ കാണിച്ചല്ലോ ഇതാണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ. ഇത് തികച്ചും പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഇപ്പോൾ ദയാൽ സാർ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു, നമ്മൾ pH ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും നിങ്ങൾ രാജസ്ഥാനിൽ പോയിട്ട് അവിടെ നിന്നുള്ള പ്രകൃതിദത്തമായ ഉൽപ്പന്നം തന്നെ വെച്ച് നോക്കണം, നികത്തണം എന്ന് പറഞ്ഞിരുന്നു. അതിന്
വേണ്ടി അവിടെ പോയി ടെസ്റ്റ് ചെയ്ത് ശരിക്കും നമുക്ക് ഒരു മണ്ണ് പരിശോധിക്കുമ്പോൾ അറിയാം ഓരോ സ്ഥലത്തും ഓരോ pH-ഉം ഓരോ സ്ഥലത്തും ഓരോ ഘടകങ്ങളുമാണ്, പോഷണങ്ങളുമായിരിക്കും. പൊട്ടാസ്യം കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കാർബൺ അത് അങ്ങനെ. അതായത് ഓരോ സാധനങ്ങളും ഓരോ ഇതും നമുക്ക് വേണ്ട ചെടികൾക്ക് വേണ്ട പോഷണങ്ങൾ ഓരോ സ്ഥലത്തും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് രാജസ്ഥാനിലെ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ പലയിടത്തും ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഒരു സ്ഥലത്ത് നമുക്കിത് കിട്ടി. അതിനകത്ത് ഉള്ളതാണ്, നമ്മൾ അവിടെ നിന്ന് എടുത്തതാണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ. ഇതിനകത്ത് ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, സിലിക്ക ഉണ്ട്, അതോടൊപ്പം തന്നെ മാഗ്നീഷ്യം ഉണ്ട്. ഇത് മൂന്നും മനുഷ്യ ശരീരത്തിന് ആവശ്യം വേണ്ട സാധനങ്ങൾ തന്നെയാണ്. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്, ഇതിനകത്ത് വേറെ ഒരു ഹെവി മെറ്റൽസോ മറ്റു ഒരു സാധനങ്ങളും അടങ്ങിയതല്ല. ശരിക്കും തീർത്തും പ്രകൃതിദത്തമായ ഒരു ഉൽപ്പന്നം തന്നെയാണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ. അതായത് നമുക്ക് ഈ അക്വ pH ബൂസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH 7 പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. അതോടൊപ്പം തന്നെ ഈ pH നമ്മൾ ഏത് ചെടികളുടെ ആണേലും ഏത് മണ്ണിലാണേലും എവിടെയാണേലും 6-നും 7-നും ഇടയ്ക്ക് നിലനിർത്തിയാൽ അവിടെ വിജയമാണ്. നമ്മൾ മണ്ണിലാണെങ്കിൽ തന്നെ നമുക്ക് 6-നും 7-നും ഇടയ്ക്ക് നിലനിർത്തി ഒരു കൃഷി ചെയ്താൽ ഒരിക്കലും ഫംഗസ് ബാക്ടീരിയ കേടുകൾ ഒന്നും വരില്ല. അപ്പം നമ്മൾ ഇതുപോലെ കിണറ്റിലെ വെള്ളത്തിൻ്റെ pH 7 ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്താൽ ആ കൃഷിയെ pH-ഉം നമുക്ക് 7 സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പം നമുക്കിത് കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ നമ്മളിപ്പം 7 അല്ലാതെ ഇപ്പം 5.5 5 താഴെ അതായത് 6 ആണെങ്കിൽ നമുക്ക് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ഉപദ്രവകരമായ സൂക്ഷ്മജീവികൾ വളരും. അത് നമുക്കും ചെടികൾക്കും മനുഷ്യർക്കും എല്ലാം ഉപദ്രവകാരികളായത് തന്നെയാണ്. അപ്പം നമ്മൾ 7 ആക്കുക. അപ്പോൾ 6.5-നും 7.5-നും ഇടയ്ക്ക് ആക്കിയാൽ അവിടെ വളരുന്ന സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരപ്രദമാണ്. പക്ഷെ മണ്ണിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഇതിനെ മണ്ണിൻ്റെ pH ഇതിൽ വെള്ളം കൊടുത്ത് നമ്മുടെ അക്വ pH ഇട്ട വെള്ളം കൊടുത്ത് മണ്ണിലേക്ക് ഇട്ട് കൊടുത്ത് മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്താൽ നമുക്കറിയാം അവിടെ വളരുന്ന സൂക്ഷ്മജീവികൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. എന്നുവെച്ചാൽ ഈ സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളാണ് നമ്മൾ കൊടുക്കുന്ന വളത്തെ വെള്ളത്തോട് ചേർത്ത് ചെടികൾക്ക് എടുക്കത്തക്ക രീതിയിൽ കൊടുക്കും. നമ്മളിപ്പോൾ ഒരു ഓർഗാനിക് ആയിട്ടുള്ളൊരു ചാണകമോ പച്ചിലയോ എന്തെങ്കിലും ഒരു മണ്ണിലെ ചെടിക്ക് ഇട്ട് കൊടുത്താൽ അവിടെ ഈ സൂക്ഷ്മജീവികളില്ലെങ്കിൽ അത് അവിടെ പ്രവർത്തിക്കത്തില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. ഈ സൂക്ഷ്മജീവികൾ പ്രവർത്തിച്ച് അതിനെ അഴുകി അതിനെ ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ വളരാനായിട്ട് മണ്ണിൻ്റെ pH എപ്പോഴും 6.5-നും 7.5-നും ഇടയ്ക്കായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും pH ബാലൻസ് ചെയ്ത് തന്നെ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ അക്വ pH ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് കൃഷിയിടത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ആ മണ്ണും pH ബാലൻസ് ചെയ്ത് വരും. അതാണ് ഏറ്റവും. പിന്നെ നമുക്കറിയാം ഈ അക്വ pH ഉപയോഗിച്ച് ഉള്ള വെള്ളം എടുത്ത് കൃഷി ചെയ്ത മണ്ണിൻ്റെ ഘടന തന്നെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഘടന മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നല്ല രീതിയിൽ വായു സഞ്ചാരം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ അവിടെ സൂക്ഷ്മജീവികൾ വളരുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം ഒരു മണ്ണിരയും എല്ലാ മിശ്രം സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു എയറേഷൻ വരും. അതുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഒരു വായു സഞ്ചാരം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ ഇവരുടെ വിസർജ്യങ്ങൾ അവിടെ ഉണ്ടായി അവിടെ ഒരു എക്കോസിസ്റ്റം ഉണ്ടായി മണ്ണിന് എപ്പോഴും ഒരു നനവുണ്ടാക്കാനും നമ്മൾ ഈ അക്വ pH ഉപയോഗിച്ചുള്ള വെള്ളം ഉപയോഗിച്ച് ചെടികളിൽ നനച്ചു കൊടുത്താലായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ വെള്ളത്തിൻ്റെ pH ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുറഞ്ഞാൽ 7 കുറഞ്ഞെന്നോർത്തോ, 7 കുറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഹെവി മെറ്റൽസ് കൂടുതലായിട്ട് ഈ ചെടികൾ അബ്സോർബ് ചെയ്യുമെന്ന് മാത്രമല്ല അവിടെ ഇപ്പം നമ്മുടെ വെള്ളത്തിൽ ഇപ്പം അക്വ pH കൊടുക്കാതെ pH ബാലൻസ് ചെയ്യാതെ pH 5 വെള്ളത്തിലാണ് ഉള്ളതെങ്കിൽ അവിടെ ഇരുമ്പ് അയേണും അതുപോലെ മാംഗനീസും എല്ലാം കൂടുതൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കിടക്കും. നമുക്കറിയാം പലപ്പോഴും ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു റെഡ് കളറിൽ പാട പോലെ വരും,
ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പാടത്തൊക്കെ കൂടുതൽ കാണും. അതെല്ലാം ഇരുമ്പാണ്, അയൺ. അത് ഈ pH നമുക്ക് ഈ 7 അല്ലാത്ത, അതായത് pH ഒരു 5.5 അതോ അല്ലെങ്കിൽ 5ൽ താഴെ ഒക്കെ ഉള്ള pH ആണെങ്കിലാണ് അതെപ്പോഴും ഈ വെള്ളത്തോട് മിക്സ് ആവും. അതല്ലെങ്കിൽ അത് കനാലിനമായിട്ട് അത് അടിയിൽ തന്നെ മിക്സ് ആകാതെ കിടക്കത്തേ ഉള്ളൂ. പക്ഷെ pH കുറഞ്ഞാൽ അത് ആ വെള്ളത്തിനോട് മിക്സ് ആവുകയും അതൊരു ഹെവി മെറ്റലായിട്ട്, അത് ഇപ്പം നമ്മൾ കൃഷിയിടത്തിലും നമ്മൾ കുടിച്ചെന്നോർത്തോ, ഈ കുടിച്ചാൽ ഈ മാംഗനീസ്, അയൺ ഇതുപോലെയുള്ള ഹെവി മെറ്റൽസ് വെള്ളത്തിൽ ചേർന്നിരിക്കുന്നത് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയും നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരികയും ചെയ്യും. അതാണ് ഏറ്റവും പ്രശ്നമായിട്ട് നമ്മൾ ഈ pH ബാലൻസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഉള്ള വേറൊരു പ്രശ്നം. നമുക്കറിയാം, ഈ അമിതമായ മഴ മൂലോ അതല്ലെങ്കിൽ ആവർത്തന കൃഷിയിലൂടെയോ നമ്മുടെ മണ്ണിൻ്റെ pH എപ്പോഴും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഉള്ളതിനേലും ഇങ്ങനെ ഇപ്പം പലപ്പോഴും ചോദിക്കും, ഇത് കഴിഞ്ഞ തവണ നമ്മൾ pH ബാലൻസ് ചെയ്തല്ലോ വീണ്ടും. പക്ഷെ അത് ബാലൻസ് ചെയ്താലും ചെടികൾ ഉപയോഗിക്കുന്നത് കൊണ്ടും, അതുപോലെ അതാണ് ആവർത്തന കൃഷി എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ആവർത്തന കൃഷി കൊണ്ടും അതോടൊപ്പം തന്നെ ശക്തമായ മഴ വീണ്ടും ഈ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ pH 5.5 ഒക്കെയാണ് ഏകദേശം. അപ്പം നമ്മളുടെ 7 മണ്ണിലേക്ക് ഈ ശക്തമായ മഴ കൂടുതൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണിൻ്റെ pH കുറയും. അങ്ങനെ അങ്ങനെയാണ് മണ്ണിൻ്റെ pH വീണ്ടും കുറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ pHും അതേപോലെ തന്നെ. വെള്ളത്തിൽ നമുക്കറിയാം, നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ ഒരു മീൻ കർഷകരിൽ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അനുഭവം ഉണ്ടാവും, പെട്ടെന്ന് മീനുകൾ ചത്തുപൊങ്ങും ഇല്ലേ? അതല്ലെങ്കിൽ മീനുകൾ ഇങ്ങനെ മുകളിലേക്ക് വായും പൊളിച്ചുകൊണ്ട്, അതായത് അതുങ്ങൾക്ക് ശ്വാസം കിട്ടാതെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കാണാം. അതെന്താണെന്ന് വെച്ചാൽ പ്രധാന കാരണം pH അവിടെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ pH നമ്മൾ സാധാരണ നല്ല കർഷകർ അപ്പോൾ പെട്ടെന്ന് അങ്ങ് pH കൂട്ടാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് കുറച്ച് കുമ്മായം എടുത്ത് വിതറാറുണ്ട്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് കൂടി കുറഞ്ഞങ്ങ് പോകാം. നമുക്കറിയാം, കുമ്മായം ഇടുമ്പോഴുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ. കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ pH പെട്ടെന്ന് ഒരു 11ലേക്കൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് 7 വേണ്ടത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അത് നമ്മൾ എത്രയാണോ ഇപ്പം 4.5 അല്ലെങ്കിൽ 5 ആയിരുന്നെങ്കിൽ ആ 5 തന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മണ്ണിൽ എവിടെയാണേലും അതിനകത്ത് നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികളെല്ലാം നശിച്ചു പോകും. ഇപ്പം മണ്ണിലാണെങ്കിൽ നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ മണ്ണിലെ ഉൾപ്പെടെ സൂക്ഷ്മജീവികളെല്ലാം ഓൾറെഡി മണ്ണിൽ കിടന്നിരുന്ന ആ വളം അതെല്ലാം നിർവീര്യമായി പോകും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ട് തുടങ്ങണം, അതായത് ആദ്യം തൊട്ട് തുടങ്ങണം. ഏതാണ്ട് ഒരു 10-15 ദിവസം നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ആദ്യം മുതൽ നമ്മൾ കൃഷിയിടത്ത് വളമിട്ട് തുടങ്ങുകയാണ്. അങ്ങനെയൊക്കെ നമുക്ക് പല പ്രശ്നം. മാത്രമല്ല, ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ്. അതൊരു വലിയൊരു പ്രശ്നമുള്ള കാര്യമാണ്. നമുക്ക് മൈക്രോബ്സിനെ അവിടെ വളർത്താൻ പറ്റുന്നില്ല എന്നുള്ളതൊന്ന്. വേറൊരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപദ്രവകരമായ, ഇപ്പം ശരിക്കും ഒരു 5.5 ഒക്കെ വളരുന്ന ഒരു ചെടി, ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ചെടി, അത് ശരിക്കും ഈ വേണ്ടാത്ത നമുക്ക് ഉപദ്രവമായ ഹെവി മെറ്റൽസിനെ വലിച്ചെടുക്കുന്നു. അതൊരു വലിയൊരു പ്രശ്നമാണ്. പലവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പം ഞങ്ങളുടെ മണ്ണിൻ്റെ pH ഇപ്പം 4.5 ആണല്ലോ, ഞങ്ങളിപ്പോൾ കൃഷിയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങനെയുള്ള നമ്മൾ ആ മണ്ണിൽ കൃഷി ചെയ്താലത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, അപ്പം ആ മണ്ണിലുള്ള ഹെവി മെറ്റൽസിനെ വലിച്ചെടുത്ത് അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പോകും. നമുക്ക് അത് ഉപദ്രവകരമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ pH ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ pH നമുക്ക് 7.35-നും 7.45-നും ഇടയ്ക്കായാൽ മാത്രമേ നല്ല രീതിയിൽ മനുഷ്യൻ്റെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് അതോടൊപ്പം തന്നെ വെള്ളത്തിൽ മീനുകൾക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് വെള്ളത്തിൻ്റെ pH എപ്പോഴും 7 ആയിരിക്കണം. അത് മത്സ്യ കർഷകർ എപ്പോഴും അങ്ങനെ തന്നെയാണ്. മണ്ണിൽ ഒരു ചെടികൾ നല്ല രീതിയിൽ വളരാനായിട്ട് മണ്ണിലെ pH എപ്പോഴും 7 നിലനിർത്തുക. അപ്പോൾ 7 നിലനിർത്തുവാനും നമ്മുടെ ഈ അക്വ pH ബൂസ്റ്റർ ഉപയോഗിച്ചിട്ട് ആ വെള്ളം ഇട്ട് പെട്ടെന്ന് നമുക്ക് 7 സാധിക്കും. പലരും ഈ pH ബാലൻസ് ചെയ്യാനായിട്ട്, അത് വെള്ളത്തിൻ്റെ ഇപ്പം നമ്മൾ ഈ pH ബൂസ്റ്റർ അക്വ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനം
pH ബാലൻസ് ചെയ്തു, pH 7 കൊണ്ടുവരാൻ സാധിക്കുന്നു, ആൽക്കലൈൻ ആക്കാൻ സാധിക്കുന്നു. ഏറ്റവും രണ്ടാമത് വെള്ളം ശുദ്ധീകരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ആകുന്നത് കൊണ്ട് തന്നെ ഈ നമുക്ക് 5ലും 4ലും ഒക്കെ ഉള്ള ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ ഇവയൊന്നും ആ വെള്ളത്തിൽ കാണത്തില്ല, അതെല്ലാം ചത്തു. അപ്പം നമുക്ക് ഉപകാരപ്രദമുള്ള ബാക്ടീരിയ മാത്രമേ ആ വെള്ളത്തിൽ കാണുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ആ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വെള്ളം pH 7 ആയ വെള്ളം നമ്മൾ കുടിക്കുകയാണെങ്കിലോ അല്ലെ നമ്മൾ ആ ചെടികളിലേക്ക് കൊടുക്കുകയാണെങ്കിലോ ആ നമ്മളുടെ ശരീരത്തിന്റെ pH 7 ആക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾക്കുള്ള ഒരുവിധ അസുഖങ്ങൾ വരുന്നില്ല. അതോടൊപ്പം തന്നെ ചെടികളുടെ pH 7 ആക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും വെള്ളത്തിന്റെ pH നമ്മൾ 7 ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും pH ബാലൻസ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പച്ചക്കക്ക പൊടിച്ചിടാറുണ്ട്. ഈ പച്ചക്കക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഞൗണിക്ക, കക്ക, കല്ലുമ്മക്ക, ചെമ്മീൻ ഇതുമാതിരിയുള്ള എല്ലാ ജീവികളും ശരിക്കും ചെയ്യുന്നത് കടലിനെ ആണെങ്കിലും കായലിനെ ആണെങ്കിലും ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിഭാഗത്താണ്, കടലിലേക്ക് കായലിലേക്ക് ഏറ്റവും അടിയിലാണ് ഇവ ജീവിക്കുന്നത്. ഇവ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം ശുദ്ധീകരിക്കുകയാണ്. വെള്ളം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഉള്ള ടോക്സിക് ആയിട്ടുള്ള, അതായത് വിഷമുള്ള ഭാഗം അതുങ്ങൾ വലിച്ചെടുത്തിട്ട് വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഇത് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ബോഡിയിലേക്ക് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കക്ക. ഈ കക്കയിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് ഉപദ്രവകരമായ ടോക്സിസിറ്റി അത് വലിച്ചെടുക്കുന്നത് ഉണ്ട്. ഈ കക്ക പൊടിച്ച് നമ്മൾ കിണറ്റിലിട്ടെന്നോർത്തോ. കിണറ്റിലിട്ട് കഴിഞ്ഞാൽ കിണറ്റിലെ വെള്ളത്തിൽ അത് വേണ്ട ടോക്സിക് ആയിട്ടുള്ളതും ശരിയായിട്ടുള്ള കാൽസ്യം കാർബണേറ്റും എല്ലാം മിക്സ് ആവും. വെള്ളമാണ്, വെള്ളത്തിലേക്ക് കലരും. എന്നാൽ ഈ സാധനം നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇട്ടെന്നോർത്തോ. കൃഷിയിടത്തിലേക്ക് നമ്മൾ ഇട്ടാൽ കൃഷിയിലെ ചെടികൾക്കറിയാം ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത്. പക്ഷെ ചെടികൾ 7 pH ഒരു കാരണവശാലും ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനവും വലിച്ചെടുക്കില്ല. അതിന് വേണ്ടവ മാത്രമേ വലിച്ചെടുക്കുള്ളൂ. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൻ്റെ ഈ അക്വാ pH തന്നെ ഉപയോഗിച്ച് കൃഷി ചെയ്യണമെന്ന് പറയുന്നത്. മാത്രമല്ല, നമുക്കറിയാം കടൽ തീരത്തും കായൽ തീരത്തും വസിക്കുന്ന മനുഷ്യരിലാണ് ഏറ്റവും കൂടുതൽ കിഡ്നി പ്രോബ്ലം, അതോടൊപ്പം തന്നെ ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് സർവേയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടുത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന കക്കായിറച്ചിയാണ്. ഈ കക്കായിറച്ചിയിലുള്ള ടോക്സിസിറ്റി അതാണ് ഇവർക്ക് ഈ അസുഖങ്ങൾ വന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പം ഇതുമാതിരിയുള്ള ആ സാധനത്തിൽ നിന്ന് വരുന്ന ആണ് കക്ക. ഈ കക്ക നമ്മൾ വെള്ളത്തിലേക്ക് കലരുന്നത് കാൽസ്യം കാർബണേറ്റ് മാത്രമായിരുന്നാൽ കുഴപ്പമില്ല. പക്ഷെ അതിനകത്തുള്ള ഈ വേണ്ടാത്ത ഈ ടോക്സിസിറ്റി ആ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് കലങ്ങുകയാണ് ചെയ്യുന്നത്. മണ്ണിലിടുന്നതും വെള്ളത്തിലിടുന്നതുമായിട്ടുള്ള വളരെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ, മണ്ണിൽ നമ്മൾ ഇട്ടാലും ചെടികൾക്കറിയാം ഇന്നത് വേണം ഇന്നത് വേണ്ട. പക്ഷെ നമ്മൾ ജനറലായിട്ട് ഒരു വെള്ളത്തിലേക്ക് കൊണ്ടിടുകയാണ്, വെള്ളത്തിൽ ഇതെല്ലാം കൂടി കലങ്ങുന്നു. അതുകൊണ്ടാണ് നമ്മൾ കക്ക ഇട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു ശുദ്ധീകരണ രീതി അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു കിഡ്നി പ്രോബ്ലം ആയിട്ടൊക്കെ ചെല്ലുന്ന ഒരു പേഷ്യൻറ്റിനോട് എപ്പോഴും ഡോക്ടർ പറയുന്നത് ഒരിക്കലും കക്കായിറച്ചി നിങ്ങൾ ഉപയോഗിക്കില്ല, കല്ലുമ്മക്ക ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ അവരൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ ബോഡിയിൽ അത്ര സ്യൂട്ട് ആവുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇത് നമുക്ക് ഈ അക്വാ pH എന്ന് പറഞ്ഞു കഴിഞ്ഞതിനെ കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ശരിക്കും ഒരു പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റാണ്. കാൽസ്യം കാർബണേറ്റും സിലിക്ക അതോടൊപ്പം തന്നെ മഗ്നീഷ്യം, ഇത് മൂന്നുമാണ് ഇതിനകത്ത് കണ്ടന്റ് ആയിട്ടുള്ളത്. ടെസ്റ്റ് റിപ്പോർട്ടുണ്ട്. പിന്നെ ഇതൊരു അമിനറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചവർ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? ഒന്ന് മൈക്ക് ഓണാക്കി ഇത് ഉപയോഗിച്ചവരാരെങ്കിലും ഇതിൻ്റെ റിപ്പോർട്ട് ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ല, ഉപയോഗിച്ചവരുണ്ടെങ്കിൽ ഉണ്ടോയിരിക്കുമോ? ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നേ. എന്നാ സെൽഫ് ഇൻട്രൊഡ്യൂസ് ഒന്ന് പറഞ്ഞോ. പേരെങ്ങനെയായിരുന്നു? പേര് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞോളൂ മാഡം. എന്താ മാഡം?
മാഡത്തിന്റെ പേര് പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞോളൂ. എന്റെ പേര് സൗമ്യ എന്നാണ്. ഞങ്ങള് എറണാകുളം പെരുമ്പാവൂരാ താമസിക്കുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ട് കിണറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അക്വേറിയത്തില് ഇട്ടിട്ടുണ്ടായിരുന്നേ. അക്വേറിയത്തിൽ ഇടുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഇതിന്റെ വെള്ളം മാറിയേ. അക്വേറിയം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോ വെള്ളം മാറിക്കഴിഞ്ഞപ്പോ മഴയുടെ സമയമായിരുന്നു. അപ്പൊ രണ്ടാമത് വെള്ളം എല്ലാം മാറിയിട്ട് പുതിയതായിട്ട് വെള്ളം കിട്ടിയ ശേഷം മീൻ ചത്തുപോയേ. അപ്പൊ അന്നേരം തന്നെ ഞാൻ ഇത് എടുത്തിട്ടു. ഇട്ടതിന് ശേഷം പിന്നെ ഒന്നിനും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പെട്ടെന്നൊരു റിസൾട്ട് കിണറിലേക്ക് ഉപയോഗിച്ചു. അതുപോലെ ഇതിന്റെ ഫ്രാഞ്ചൈസി ആയിട്ട് ഞാൻ എടുത്തത്. പിന്നെ ഞാനൊരു 3-4 പേർക്ക് കൊടുത്തു. മീൻ കൃഷി ചെയ്യുന്നവർക്കാണ് കൊടുത്തത്. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് വളമൊക്കെ മേടിക്കുന്ന ഒരു ആള് ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മഴ പെയ്തിരുന്ന സമയത്താ, വൈകുന്നേരം സമയത്താ, മഴയുള്ള സമയത്ത് അവർക്ക് മീൻ കൃഷിയുണ്ട്. അപ്പൊ മീനൊക്കെ ചത്തുപോയി. ഒരു 2 ബക്കറ്റോളം മീൻ തന്നെ ഒരു വിളിച്ചു പറഞ്ഞു, ഇത് കിണറിലേക്ക് കുരിശിനുള്ളത് പൊതുവുണ്ടെങ്കിൽ തരാമെന്ന് ചോദിച്ചു. അന്നേരം തന്നെ നമ്മള് രാത്രി തന്നെ എത്തിച്ചു കൊടുത്തു. അതപ്പോ ഇട്ടതിന് ശേഷം വേറെ കംപ്ലൈന്റ്. പിറ്റേ ദിവസം ഞാൻ വിളിച്ചു വെച്ചു, എങ്ങനെയുണ്ട് അത് ഇട്ടിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചു. അങ്ങനെ അവർ പറഞ്ഞത് ഇട്ടതിന് ശേഷം ഒറ്റ മീൻ കംപ്ലൈന്റ് വന്നില്ല. അവരെന്റെ കയ്യിൽ നിന്ന് വന്നിട്ട് 10 കിലോത്തിന്റെ 5 എണ്ണത്തോളം മേടിച്ചു, വേറെ കിണറിലിടാനും കുളത്തിലേക്ക് മീൻ വേണ്ടിയിട്ട്. വേറൊരു സ്ഥലത്ത് ഇട്ടിട്ട് ഇങ്ങനെ മീൻകുളം തന്നെയായിരുന്നു. മീനൊന്നും കാണത്തില്ല, ഇങ്ങനെ കറുത്ത് കിടക്കുന്ന ഒരു വെള്ളമായിരുന്നു. അപ്പൊ അതിലേക്ക് അവർ യൂസ് ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം. അങ്ങനെ നല്ല ക്ലിയർ ആയി. അപ്പൊ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് തരാന്ന് പറഞ്ഞിട്ട് 2 കുളമുണ്ട്. അതിൽ ഒരെണ്ണത്തിനകത്ത് അവർ ഇട്ടു, ഒരെണ്ണത്തിനകത്ത് ഇട്ടിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു മാറ്റം കണ്ടേ പിന്നെ 2 മീൻകുളത്തിലേക്ക് മേടിച്ചിട്ടു. അതിനുശേഷമാണ് ഞാൻ ഇതിന്റെ ഫ്രാഞ്ചൈസി ആയിട്ട് വനിതാ നീരസമർദ്ദത്തിൽ ഫ്രാഞ്ചൈസി ആയിട്ട് എടുത്തത്. വെള്ളത്തിന് നല്ല ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് എടുത്തതിന് ശേഷം കൊടുത്ത സ്ഥലത്തൊക്കെ വെള്ളം നല്ല ക്ലിയർ ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ വെള്ളം ശുദ്ധീകരിക്കാനും വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യാനും ഇത് നല്ല രീതിയിൽ ചെയ്തെന്ന് പറഞ്ഞു. ഫാസ്റ്റ് ആയിട്ട് pH ഇംപ്രൂവ് ആകുന്നുണ്ട്. എന്തോ ഫാസ്റ്റ് ആയിട്ടേ വെള്ളത്തിന്റെ pH ഫാസ്റ്റ് ആയിട്ട് ഇംപ്രൂവ് ആകുന്നുണ്ട്. അതാണില്ലേ വ്യത്യാസം. നമ്മളിപ്പം ശരിക്കും കുമ്മായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ pH പെട്ടെന്ന് കൂടി, അത് ചെടിക്ക് മത്സ്യകൃഷിക്ക് ഒട്ടും യോജിച്ചതല്ല. അപ്പൊ ഇതാണെങ്കിൽ നമുക്ക് 7-ൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇതാണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഇനി വേറെ ഉണ്ടോ? ഹലോ എൽസി മാം, ഞാനും നമ്മുടെ കിണറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കിണറ്റിൽ ഉപയോഗിച്ച് ആദ്യമേ നമുക്ക് 6 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു 2 മാസം മുൻപാണ് നോക്കിയത്. അതിനുശേഷം ഇപ്പോൾ നോക്കിയപ്പോൾ 6.8 ഉണ്ട്. ഒരാഴ്ചക്ക് മുൻപ്, 2 ആഴ്ചക്ക് മുൻപ് നോക്കിയപ്പോ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. വെള്ളത്തിന്റെ തെളിച്ചം എങ്ങനെയുണ്ട് മാഡം? എന്തോ ഞാൻ കണ്ണൂര് തളിപ്പറമ്പ്. മാഡത്തിന്റെ പേര്? എന്റെ പേര് ലിസ മാം. ഓക്കെ. അപ്പൊ ലിസ ടീച്ചർ, അപ്പൊ തെളിഞ്ഞായിരുന്നോ? വെള്ളം തെളിഞ്ഞോ ഇത് ഇട്ടപ്പോ? വെള്ളം, നമ്മുടെ വെള്ളം വലിയൊരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രകടമായിട്ട് മാറ്റം എടുത്ത് പറയാൻ ആയിട്ടില്ല. പിന്നെ രസമുള്ളതും കലങ്ങിയ വെള്ളങ്ങളൊക്കെ 1-2 പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പൊ സൗമ്യ പറഞ്ഞതുപോലെ അതിന്റെ റിസൾട്ട് ഇടുന്നതാണ്. താങ്ക് യു. അപ്പം ഇനി വേറെ വല്ലവർക്കും റിസൾട്ട് പറയാനുണ്ടാവോ? ഹലോ പറഞ്ഞോ. പറ. ഇതെവിടെയാ കിട്ടുന്നത്? സാറിന്റെ സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം ആലപ്പുഴ ചേർത്തല താലൂക്ക്. അവിടെയുള്ള ആളുകളോട് പറഞ്ഞാ മതി. ആലപ്പുഴ ചേർത്തല. എങ്ങനെ അറിയാം? 4 മാസമായിട്ട് ഇതിന്റെ പുറകെ നടക്കണേ. പിടികിട്ടുന്നില്ല. എക്സ്ക്യൂസ് മീ സർ, സാറിന്റെ നമ്പർ ഒന്ന് പറയാമോ? ഫോൺ നമ്പറോ? അതെ, അവിടെയുള്ള ആളുകളോട് പറഞ്ഞ് ബന്ധിപ്പിക്കാം കേട്ടോ. താങ്ക് യു. അല്ല, ഇത് 5-6 മാസത്തിന് മേലായി നടക്കാൻ തുടങ്ങിട്ട്. പുറത്തുനിന്ന് കൂടുതലാണ്. ഇതിനൊക്കെ കൂടുതൽ അത് ഇവിടെ എത്തിക്കുന്നതിന് കാശാവും. അതുകൊണ്ടാണ് മടിക്കുന്നത്. മാത്രല്ല SPCയുടെ ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ വേണം. പക്ഷെ അത് ഉപയോഗിച്ച് നോക്കാനായിട്ട് പറ്റുന്നില്ല.
ചേർത്തല വിളിക്കും, സാറിനെ വിളിച്ചോളൂ, അവിടെയുള്ള ഫ്രാഞ്ചൈസി വിളിച്ചോളൂ കേട്ടോ. ശരി താങ്ക്സ്, വെൽക്കം. അപ്പൊ ഇനിയിപ്പം വളരെ നന്നായി. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ മാഡം. മാഡത്തിന്റെ പേര്? ഞാൻ ഭാഗ്യലക്ഷ്മി, തൃശ്ശൂരിൽ നിന്നാണ്. ഞാനിതിന്റെ അക്വാ PH ബൂസ്റ്റർ വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നു. ഇതിന് മുന്നേ നമുക്ക് വേറെ കിണറ് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു പ്രോഡക്റ്റ്, അതിന് പക്ഷെ 3000 രൂപയൊക്കെ ഉണ്ട് 5 കിലോയ്ക്ക്. അപ്പൊ നമുക്കിത് വളരെ കുറഞ്ഞ റേറ്റില് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കിട്ടി. അപ്പൊ നമ്മൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ നീരസമൃദ്ധി പദ്ധതി വന്നപ്പോ ആദ്യം തന്നെ എനിക്കതില് ജോയിൻ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതെ മാഡം, ഈ നീരസമൃദ്ധി അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്കിപ്പോ കമ്പനിയുടെ ഒരു CSR ഫണ്ട് കമ്പനിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, അനുവദിച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ കുറച്ച് പകുതി എമൗണ്ടേ അടയ്ക്കണ്ടു. അപ്പൊ ആ പദ്ധതിയിൽ വനിതകൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ അക്വാ PH നമുക്ക് ഓരോ വാർഡ് അടിസ്ഥാനത്തില് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്ര രൂപ അടയ്ക്കണം മാഡം? അതായത് ഇപ്പൊ ഞാനൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ 12,500 രൂപയാണ് അടച്ചിട്ടുള്ളത്. ആണല്ലേ? 12,000 രൂപ നമ്മൾ 12,500 രൂപയ്ക്ക് 12,500 രൂപ മാത്രമേ നമുക്ക് അടച്ചാൽ മതി. നമുക്കപ്പോ വിറ്റ് കഴിഞ്ഞാൽ ഒരു ഇതായിട്ട് കിട്ടും. നമുക്കപ്പോ പകുതി അടയ്ക്കണ്ട. 25,000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 12,500 നമുക്ക് അടച്ചാൽ മതി. അപ്പം ലേഡീസിനൊക്കെ നമുക്ക് ഒരു ഇതായിട്ട് ചെയ്യാലോ ഇത്, അല്ലേ? അതെ അതെ. വീട്ടിലിരിക്കുന്ന ഇപ്പൊ ഒരുപാട് സ്ത്രീകളോട്, കുടുംബശ്രീയിലുള്ളവരോ അല്ലെ അങ്ങനെ സ്ത്രീകള് ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം അത് നല്ല കാര്യമാണല്ലോ. അപ്പൊ ഞാൻ ശുദ്ധീകരിക്കാൻ പറ്റും. സ്ത്രീകൾക്ക് മാത്രമാണോ ഇത് പറ്റുന്നത്? അതെ അതെ, സ്ത്രീകൾക്ക് വേണ്ടിട്ട്. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വൈഫിന്റെ പേരിൽ എടുത്താൽ മതിയായിരിക്കുമല്ലോ? അതെ അതെ, മതിയാവും. ശരി, വളരെ നന്നായി. ഓക്കെ, താങ്ക് യു മാഡം. അപ്പം തത്സമയം 12,500 രൂപ അടച്ചാല് നമുക്ക് 25,000 സാധനമല്ലേ കിട്ടുന്നത്? 25,000 രൂപ. ഓക്കെ. അപ്പം പകുതി പൈസ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇരട്ടി രൂപയുടെ സാധനം നമുക്ക് കിട്ടും, അല്ലെ? ലേഡീസിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമുക്ക് ഈ വെറുതെ ഇരിക്കുന്നതിന്റെ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ ലേഡീസിനൊക്കെ, അല്ലേ? അപ്പം നമുക്ക് അതാണ് ഇപ്പൊ ഈ അക്വാ PH ബൂസ്റ്റർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയിപ്പോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടിയല്ലോ. നമുക്ക് വെള്ളത്തിന്റെ pH ബാലൻസ് ചെയ്യാനായിട്ടുള്ള പ്രകൃതിദത്തമായ ഒരു പ്രോഡക്റ്റ് ആണ് അക്വാ PH ബൂസ്റ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളത്തിന്റെ pH നമുക്ക് 5 ആണേലും എത്രയാണേലും 7 തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രവുമല്ല വെള്ളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. pH കുറഞ്ഞ വെള്ളത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളെ എല്ലാം മാറ്റാനായിട്ട്, നമുക്ക് ഉപകാരപ്രദമുള്ള ബാക്ടീരിയ മാത്രം ജീവിക്കുന്ന രീതിയിലാക്കാനായിട്ട് പറ്റുന്നു. ഇതുമൂലം നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ള ഒരുപാട് ടോക്സിസിറ്റി, അതായത് ഉപദ്രവകാരിയായുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ വരാതിരിക്കുകയും നമ്മളുടെ കൃഷിയിടങ്ങളിലേക്ക് അത് വരാതിരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് നമ്മുടെ അക്വാ PH ബൂസ്റ്റർ. അപ്പൊ ഇനിയിപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ വേറെ ആർക്കെങ്കിലും പ്രോഡക്റ്റ് എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ചോദിക്കാവുന്നതാണ്. പറഞ്ഞു ഇത് ശരിക്കും രാജസ്ഥാനിൽ നിന്നുള്ള പ്യുവർ ആയിട്ടുള്ള പാറപ്പൊടിയാണ്. അതായത് നമ്മൾ പല സ്ഥലത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും ഇതിനകത്ത് കണ്ടന്റ് എന്തൊക്കെയാണ്. അപ്പൊ ചില സ്ഥലത്ത് മഗ്നീഷ്യം കൂടുതലുള്ളതായിരിക്കും, വേറെ സ്ഥലത്ത് കാൽസ്യം കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽസ്യവും മഗ്നീഷ്യം, കാൽസ്യം കാർബണേറ്റ്, അതോടൊപ്പം മഗ്നീഷ്യം, അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ളത് ആകെ സിലിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനൊക്കെ ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം നമ്മുടെ ബോഡിക്ക് വേണ്ടത് തന്നെയാണ്. ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്. നമുക്കറിയാം ചെടികളിലെ മഞ്ഞ നിറം മാറാനായിട്ട് മഗ്നീഷ്യത്തിന് ഡെഫിഷ്യൻസി 3 സാധനം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. ഇത് മറ്റേ കഴിഞ്ഞാല് നല്ല തൂവെള്ള കളർ വ്യത്യാസമോ ഒന്നുമില്ല, നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന ക്ലിയർ ആവുന്നില്ലല്ലോ പറയുന്നത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ കേട്ടോ.
ഹലോ. ചോദിച്ചോ. ഇത് ഓരോ കിണറിൽ എന്തുമാത്രം ഇടണമെന്നും കൂടെ ഒന്ന് പറയാമോ? ഈ 5 കിലോ ഒരു കിണറിന് വേണോ? ഓപ്പൺ കിണറാണെങ്കിൽ ഓപ്പൺ കിണറാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു 5 കിലോ നമ്മൾ പൊട്ടിച്ചിട്ട് കലക്കി ഒരു വെള്ളത്തിലോ അല്ലെ ഒരു ബക്കറ്റിലോ കലക്കിയിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ച് 2-3 തവണ ഇട്ട് നമ്മൾ ഒഴിച്ച് കാരണം ഒരിച്ചിരി എയറേഷൻ ഉണ്ടാകുന്നതെന്നല്ല, വെള്ളം എപ്പോഴും അനങ്ങുന്നത് നല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എയറേഷൻ വരണം. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊക്കി ഒഴിച്ചു കൊടുക്കുന്നത് വേണം 5 കിലോ. അതോടൊപ്പം തന്നെ 5 കിലോ നമ്മൾ ആ ബാഗോട് കൂടി തന്നെ കെട്ടി അതിലേക്ക് തൂക്കിയിടുന്നത്, അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അങ്ങനെ 10 കിലോ ഇടുന്നതാണ് ബെസ്റ്റ്. ഇത് ചെടികൾക്കും ഒരു തവണ തന്നെ ഈ 10 കിലോ ഉപയോഗിക്കണോ അതോ? അല്ല, ഇത് നമ്മൾ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അതിനകത്ത് അതങ്ങനെ ഇരുന്നോളൂ. അല്ലാതെ നമ്മളിപ്പം ഇങ്ങനെ ഇത് തീർന്നു പോകുന്നില്ല. കുറേ നാള് നമുക്കത് ഏതാണ്ട് ഒരു 5-8 മാസത്തോളം ആ pH ബാലൻസ് ചെയ്യുകയും വെള്ളം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഓക്കെ മാഡം, ഇത് തെങ്ങിനൊക്കെ ഇടുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത്? തെങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ എല്ലാ വൃക്ഷലതാദികൾക്കാണേലും നമുക്ക് ചെയ്യാനുള്ളത് വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് ആ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുക. മനസ്സിലായോ? അതാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പം വേണമെങ്കിൽ ചെറിയ നിങ്ങൾ തെങ്ങ് പറഞ്ഞോ, മണ്ണിലിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ പോരെ? അങ്ങനെയല്ല മെത്തേഡ്. അതിപ്പം നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? കണ്ടത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വെള്ളത്തിൽ തന്നെ കിടക്കണം. നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വെള്ളം അങ്ങ് തീർന്നു പോകുമല്ലോ, പിന്നെ വെള്ളത്തിൽ കിടക്കുന്നില്ലല്ലോ. എത്ര നാൾ വെള്ളത്തിൽ കിടന്നോ അത്രയും നാൾ ആ വെള്ളത്തിന്റെ pH ബാലൻസ് ആയിട്ടിരിക്കുക ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ സാറേ? മനസ്സിലായി മാഡം. പക്ഷെ ഇത് പ്രാക്ടിക്കലി എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളം ഊർത്തിലിട്ടിട്ട് കൊണ്ടൊഴിക്കുക എന്ന് പറയുന്ന ഒരു അല്ല, അതിനാണ് സാറേ ടാങ്കിലല്ലേ നമ്മൾ ഇടുന്നത്. നമ്മൾ ഒന്നുകിൽ കിണറില് അല്ലെങ്കിൽ ടാങ്കിൽ ഇട്ടാൽ മതി. അത് ഉപയോഗിച്ചാണ് നമ്മൾ നനയ്ക്കുന്ന എവിടെയാണോ ടാങ്കിൽ ഇട്ടാൽ മതി. ഏറ്റവും ബെസ്റ്റ് അതാണ്. അല്ല, ടാങ്കില് വരുന്നത് ജപ്പാൻ വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മള് മറ്റേ അടിയിൽ നിന്ന് മോട്ടർ വെച്ച് പമ്പ് സെറ്റ് വെച്ച് ഭൂമിയിലെ ജലമാണ് നമ്മൾ ഒഴിക്കുന്നത്. ബോർവെല്ലാണോ സാറിൻ്റെത്? ബോർവെല്ല്, അത് തന്നെ ബോർവെൽ. ബോർവെല്ലാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോവുകയാണോ ചെയ്യണം, അല്ലെങ്കിൽ ടാങ്കിലേക്ക് ഇതാവണം? അതിന് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. അല്ല, ഡയറക്റ്റ് പോവുകയാണ് മാഡം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒരു ടാങ്ക് ചെറിയ ടാങ്ക് വേണേൽ വെച്ചാൽ മതി. അതിനകത്തേക്ക് കുറച്ച് കൂടുതൽ നമ്മുടെ അക്വാ pH അങ്ങ് ഇട്ട് വെച്ചേക്കുക. ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്ക് മതി. ശരി, ശരി, താങ്ക്സ്. ഇത് എത്ര നാൾ തൈക്കൊക്കെ ഇടുകയാണെങ്കിൽ എത്ര നാൾ കൂടുമ്പോ നമ്മൾ ഇടേണ്ടി വരും? ഇത് നമ്മൾ വെള്ളം നനയ്ക്കുന്നതിൽ ഇടയ്ക്ക് നമ്മൾ ഒഴിച്ചു വെക്കുന്ന ടാങ്ക് പോലെ ഉണ്ടല്ലോ, അതിനകത്തേക്കുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊരിക്കലും കൂടത്തില്ല. നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ശരി ശരി. അപ്പോ ഒരു തൈക്കൊക്കെ ഇടുകയാണെങ്കിൽ എന്തുമാത്രം ഒരു തൈക്ക് ഏകദേശം? അങ്ങനെയല്ല, തൈയിൽ നനയ്ക്കുന്ന മുഴുവൻ വെള്ളത്തിലും ഇത് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എന്നും നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചാലും നല്ലത് തന്നെയാണ്. കാരണം ഇത് 7-ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കുമ്മായം ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 12-ലേക്കും അല്ലെങ്കിൽ 11-ലേക്കും ഒക്കെ കയറിപ്പോകുന്നു. പക്ഷെ ഇത് നമ്മൾ എത്ര ഉപയോഗിച്ചാലും 7 കൂടത്തില്ല സാറേ. 7-ൽ തന്നെ. അതാണ് അതിലെ. താങ്ക് യു സാർ. താങ്ക് യു ചേർത്തല സാറ്. ചേർത്തല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇതായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം പ്രൊഡക്റ്റിനെ പറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി ഇപ്പോ. അപ്പൊ അതിന് പ്രകാരം ഞാനത് എന്റെ ഭാര്യയുടെ പേരിലാണ് ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പോ നമുക്കത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് പരമായ, കാരണം ബിസിനസ് രൂപത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ അതായത് ഏറ്റവും പ്രധാനമായിട്ട് വാമൊഴിയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക. അത് മാക്സിമം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയെല്ലാം അറിയിക്കുക ആളുകളിലേക്ക്. നമുക്ക് ഒരാൾക്ക് ഇപ്പം തന്നെ 1-2 ആളുകൾ ഇവിടെ അവർക്ക് കിട്ടിയ അനുഭവം പറഞ്ഞല്ലോ. അതുപോലെ കിട്ടുന്നവർ അവരുടെ അനുഭവങ്ങൾ പറയുക. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അതോടെ ആ അനുഭവങ്ങൾ കഴിയുന്നിടത്ത് സോഷ്യൽ മീഡിയ വഴി ആളുകളെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ ഗ്രൂപ്പിലും ഒക്കെ അറിയിക്കുക. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. എനിക്ക് കിട്ടിയിരിക്കുന്ന 1 കിലോ 2 കിലോ 5 കിലോ 10 കിലോ 25 കിലോ ഉള്ളത് ഇരിക്കുക. അപ്പൊ 25 കിലോ എന്നുള്ളത് 10 കിലോ ഉള്ള നിലയ്ക്കൊക്കെ ആക്കുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അതായത് 25 കിലോയുടെ പരിപാടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പകുതി എടുത്തിട്ട് നിങ്ങൾ കിണറ്റിലേക്ക് വിതറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിതറി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. മനസ്സിലായോ? ബാക്കി നമ്മൾ ആ സഞ്ചി തന്നെ നന്നായിട്ട് കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക. 25 ഞാൻ പറഞ്ഞല്ലോ, ഈ സാധനം എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. എത്ര കൂടിയാലും അതുകൊണ്ട് എന്തോ ഇല്ല പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞു, എപ്പോഴും 7 തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കും. അത് ഒരിക്കലും പൊക്കി 8 9 ഒന്നും പോകത്തില്ല. അതായത് നമ്മൾ മറ്റേ കുമ്മായി ഇട്ടാല് അത് ആ രീതിയിൽ പോകും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുണം. അപ്പോ അത് ലയിച്ച് ചേർന്ന് തീർന്നു പോകുന്നതാണോ? അതല്ല ലയിച്ച് അങ്ങനെ തീർന്നു പോകുന്നതല്ല. അത് അങ്ങനെ തന്നെ ഇരുന്ന് അതിനകത്ത് നിന്നുള്ള ഗുണം ഇങ്ങനെ ഇറങ്ങി വരുന്ന സാധനം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ തീർന്നു പോയില്ലെന്ന് ഓർത്ത് ടെൻഷൻ പിടിക്കൊന്നും വേണ്ട. സിലിക്ക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സിലിക്ക അത് അങ്ങനെ അലുത്തു പോകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല. നമ്മൾ ഉപ്പ് പോലെയോ പഞ്ചസാര പോലെയോ അലുത്തു പോകില്ല. അതിങ്ങനെ ഇരുന്നോളും അതിനകത്ത്. നമ്മള് പറയും വെള്ളാരം കല്ല് അതുപോലുള്ള സംഭവമാണ്. വെള്ളാരം കല്ലൊക്കെ പോലെ അതൊക്കെ പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കല്ല് തന്നെയാണ്. ഇത് ഒരിടത്തുനിന്ന് ഖനനം ചെയ്തെടുക്കുന്ന കല്ല് പൊടിച്ചെടുത്ത് ഉള്ള സാധനം തന്നെയാണ്. പാറ പോലത്തെ മണൽ. കേട്ടിട്ടുണ്ട് രാജസ്ഥാനിലെ. സാറിന്റെ പേരെന്താ? എന്റെ പേര് ബേജു. സാർ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഇനിയിപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? മാഡം നമസ്കാരം. നമസ്കാരം സാർ. നമ്മളിവിടെ ഒരു 4 ഏക്കർ വലുപ്പത്തില് വലിയൊരു കുളമുണ്ട്. അതില് ഒരുപാട് മീനുണ്ട്. ഏകദേശം ഒരു 10 മീറ്റർ 15 മീറ്ററിന്റെ അടുത്ത് ആഴമുണ്ട്. പാറക്കോരയാണ്. അപ്പൊ ഇതില് ഈ സാധനം കോരി ഒഴിവാക്കുന്നത്. അത്ര മീനാണ്. പക്ഷെ ഈ വെള്ളം ക്ലിയർ ഇല്ല. കോഴി വേസ്റ്റ് ഇട്ടിട്ട് വെള്ളം പറ്റെ കറുത്തു പോയിക്കണു. അപ്പൊ അതിനെന്തേലും മാർഗം ഉണ്ടോ എന്ന് അയാളെ ചോദിച്ചിരുന്നു. അതായത് കോഴി വേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെ ഒരുപാട് അമോണിയ ഉണ്ട്. നമുക്കറിയാം, ഈ കോഴിയുടെ കാഷ്ടത്തിന്റെ അകത്ത് ഉള്ള കോൺസെൻട്രേറ്റഡ് യൂറിയ അത് അത് അമോണിയ ആയിട്ട് മാറി. അപ്പൊ അതിനകത്ത് മണവും കാണുമല്ലോ വെള്ളത്തിന്. മണമുണ്ട്. വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റാമല്ലോ. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഇല്ലേ? നാച്ചുറൽ പോണ്ട് ആണേലും 15 മീറ്ററോളം അതല്ല, മഴക്കാലത്ത് നല്ല മഴയുള്ളപ്പം വേണമെങ്കിൽ നമുക്ക് ഒന്ന് മാറ്റി, അതായത് ശരിക്കും ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ അക്വാപോണിക്സ് എന്ന് പറഞ്ഞുള്ള മെത്തേഡുകളോ ഹൈഡ്രോപോണിക്സോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അതായത് അക്വാപോണിക്സിനെ കുറിച്ച് അറിയാവോ സാറിന്? കേൾക്കാമോ ഞാൻ പറയുന്നേ? അതായത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ചെയ്യാം. ഇപ്പൊ ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റ്, ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള നമുക്ക് ആ വെള്ളം ഉണ്ടെങ്കിൽ അക്വാപോണിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല റിസൾട്ട് ആയിരിക്കും. മാത്രമല്ല വെള്ളം ഓട്ടോമാറ്റിക്കലി അത് ശുദ്ധീകരിച്ച് റൗണ്ടായി വരും. പക്ഷെ ഇത് അത്രയും ഏരിയ ഉണ്ട്. 4 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ആണ്. അല്ല, ഏരിയ ആണെങ്കിലും നമുക്ക് അത്രയും ചുറ്റിലും അതിന്റെ അതിന് ചുറ്റും നല്ല രീതിയിൽ കുറച്ച് രൂപ ചെലവാകുന്നുള്ളൂ. ഇത് ചെയ്യാം. ഇത് ചെയ്തുമ്പം ആ വെള്ളം അങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നതേ. മനസ്സിലായി? അപ്പൊ മുഴുവനും വെള്ളം മാറ്റണമെന്നില്ല. അത് ഗ്രാജുവൽ ആയിട്ട് ആ വെള്ളം ശുദ്ധീകരിച്ച് വരും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അക്വാ pH നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുകയും വേണം. അതൊരു 10-50 കിലോ പോരായിരിക്കും. 50 കിലോ ഒന്നും ആവില്ല. ഞാൻ അവിടെ ഒരു 150 കിലോനൊക്കെ എടുത്തിട്ട് ഒന്ന് ബെദറി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഭയങ്കര കോസ്റ്റ് ആവും, അതുകൊണ്ട് ഗുണം കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് ആൾക്ക്. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുകയില്ലെങ്കിൽ തന്നെ
അവർ റെന്റിന് കൊടുക്കാമല്ലോ ആർക്കെങ്കിലും, അത് ലീസിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കാം. ഭയങ്കര റിസൾട്ടായിരിക്കും. കാരണം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മീനുള്ള വെള്ളം അതിനകത്ത് ഒരു കെമിക്കലും കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉണ്ടാകുന്ന അക്വാപോണിക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾക്കും ഭയങ്കര റിസൾട്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ വെള്ളം ഓട്ടോമാറ്റിക്കലി ശുദ്ധി, നമുക്ക് അക്വാപോണിക്സ് എന്ന് വെച്ചാൽ അറിയാലോ, നമ്മൾ ആ വെള്ളം അരിച്ചരിച്ച് പിന്നെ ഇതിനകത്തോട്ട് തന്നെ വന്ന് വീഴും. നല്ല രീതിയിൽ ക്ലിയർ ആകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ അക്വാ pH കൂടി ഇട്ട് കൊടുത്താൽ അവരുടെ ഭയങ്കര സക്സസ് ആയിരിക്കും. കുറെ ഭാഗമെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്താണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ കോസ്റ്റ് ഒന്നും വരില്ല. കുറച്ച് ഭാഗത്തേക്ക് ഒരു പാറ ഇത് വെച്ച് ചെയ്താൽ മതി, ഈ ഗ്രാവൽസ് ഒക്കെ ഇട്ടിട്ട്. ഒരു 150 കിലോ ഇതിൽ കൊടുത്താൽ വെള്ളം ക്ലിയർ. എല്ലാ കാര്യങ്ങളെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുക. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ അറിവ് കിട്ടും. അതാണ് അതിലെ, ഓരോരുത്തർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് അവർ പറയുക. പറഞ്ഞാലേ മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണ് അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. വെള്ളം ക്ലിയർ ആകുന്നത് നമുക്ക് കുറവാണ് ഇട്ടത്, അതുകൊണ്ടാണ്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് കുറച്ചുകൂടി എടുത്തിട്ടേ നിങ്ങൾ ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി എയറേഷൻ പോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചുമ്മാതെ അനങ്ങാതെ ഒരിടത്ത് ഇരുന്നോണ്ട് ഇരിക്കുന്നതിലും നല്ലത് നമ്മൾ കലക്കിയിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു, അതായത് നമുക്ക് കേട്ടിട്ടില്ലേ വെള്ളത്തിന് ജീവനില്ലാത്ത വെള്ളമായി മാറുന്നു. കാരണം അത് നമ്മൾ മോട്ടർ മാത്രം വെക്കുന്ന വെള്ളത്തിലും നമ്മൾ വെള്ളം കോരുന്ന വെള്ളത്തിലും തമ്മിൽ ക്ലാരിറ്റിയിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. കാരണം മറ്റേതിൽ നമ്മൾ ഇങ്ങനെ ഇളക്കമുള്ള വെള്ളം ആകുമ്പോഴത്തേനെ എയറേഷൻ വരികയും അത് കുറേ ക്ലിയർ ആവുകയും ചെയ്യും. നമ്മൾ അനങ്ങാതെ വെക്കുമ്പോഴാണ് പായൽ പൂപ്പൽ അതുപോലത്തെ സാധനം എല്ലാം മുകളിൽ വരികയും എല്ലാം ചെയ്യുന്നത്, അനങ്ങാതിരിക്കുന്ന വെള്ളം. അപ്പം വെള്ളം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന നമ്മുടെ അക്വാ pH ബൂസ്റ്റർ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് മുകളിൽ നിന്ന് ആ വെള്ളത്തിലേക്ക് നല്ല ഫോഴ്സിൽ ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് 1-2 തവണ ബക്കറ്റ് വെച്ച് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ശരിയായിക്കോളും കേട്ടോ. ഓക്കെ. കുടിക്കാൻ നല്ല ഇതുണ്ട്, കുടിക്കുമ്പോ വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഗുഡ്. അപ്പം ഇന്നത്തെ ക്ലാസ് എന്റേത് കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടോ? ഇനി ആർക്കെങ്കിലും? അപ്പൊ വനിതാ നീര സമൃദ്ധി പദ്ധതിനെ കുറിച്ചിട്ട് നേരത്തെ ഓൾറെഡി പറഞ്ഞു. വനിതകൾക്ക് സംരംഭം തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ പകുതി CSR ഫണ്ട് നിന്നാണ് നമുക്ക് കിട്ടുക. ആകെ 12,500 രൂപ മാത്രമേ നമ്മൾ മുടക്കേണ്ടുള്ളൂ. നല്ലൊരു സംരംഭ അവസരമാണ് സ്ത്രീകൾക്ക് തുറന്നു തന്നിട്ടുള്ളത്. അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനൊക്കെ പറ്റിയ ഒരു അവസരമാണ്. അപ്പം എടുക്കാതെ ആൾക്കാർ എന്തായാലും ഈ ഒരു പദ്ധതിയിൽ ചേരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വൈഫിന്റെ പേരിലോ അങ്ങനെ ആയിട്ട് എടുക്കാം. വനിതകൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകാനുള്ള അവസരം ഉള്ളത്. അപ്പൊ ഇനി ആർക്കെങ്കിലും സംശയമോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെമിനാർ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ഇതിന് സംശയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു സെമിനാർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു മെൽസി മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.